എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച മുത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ഗിവ് അവേ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലേക്ക് സെൻഡ് ചെയ്യുന്ന ആൾക്കാണ് സമ്മാനം എന്നുള്ളത്. അപ്പോൾ ആ പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത് ഷൈനി സിവിയാണ്. ഷൈനി ഏത് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്താലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ട്രൈ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതിന്. അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്ത് ഷൈനിക്ക് കിട്ടി. അപ്പോൾ ഒത്തിരി സന്തോഷമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് തലേ ദിവസം തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാണ്. ശനിയാഴ്ച രാവിലെ തന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ റോയൽ ഐസിങ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ തന്നെ ചെയ്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കപ്പ് കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കളറും തീമും ഒക്കെ വെച്ചിട്ട് കേക്ക് ചെയ്തത്. അവൾക്ക് കപ്പ് കേക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കപ്പ് കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തലേദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ ലേറ്റായി. രാവിലെ എണീറ്റപ്പോഴും കുറച്ച് ലേറ്റായി. അപ്പോൾ രാവിലെ സാൻഡ്വിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. പിന്നെ മുത്തിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. തലേദിവസം അത്യാവശ്യം നല്ല ടെമ്പറേച്ചറും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് വലിയ വിശപ്പൊന്നും തലേദിവസം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓട്സ് പാലിൽ കുറുക്കിയിട്ട് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കൊടുത്തു. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഫുഡാണ് ശനിയാഴ്ചയും കൊടുത്തത്. പൊടിയരിക്കഞ്ഞാണ് കൊടുത്തത്. പുള്ളിക്കാരിക്ക് നല്ല ടെമ്പറേച്ചറായിട്ട് ആകെ ക്ഷീണമായിട്ട് കിടപ്പായിരുന്നു. പക്ഷേ ബർത്ത്ഡേയുടെ അന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഉഷാറായി. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് വെക്കുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് അരിഞ്ഞും ക്രഷ് ചെയ്തൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മളൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഒരു 5-6 എണ്ണേ ചേർത്തിട്ടുള്ളൂ. കാരണം ഇവർക്ക് അധികം എരിവ് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അവർക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാണ് എരിവ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ടൊക്കെ സ്ലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഈ ഫുഡ് പ്രോസസ്സർ എടുക്കാറുള്ളൂ. അല്ലാത്ത സമയം കൈവച്ചിട്ട് തന്നെയാണ്. അപ്പോൾ തന്നെ കഴുകി വെക്കും. അപ്പോൾ പിന്നെ ജോലി ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തു. ഫ്രഷായിട്ടിങ്ങനെ മസാല പൊടിച്ചിട്ട് നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. മറ്റു പൊടികളൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി ബിരിയാണിക്ക്. ഈ മസാല മാത്രം ചേർത്താൽ നല്ല ഫ്ലേവറും ടേസ്റ്റുമാണ് ബിരിയാണിക്ക്. അപ്പോൾ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ചെറിയ അരിയിലാണ്, ജീരകശാല അരിയിലാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ചെറിയ അരിയിൽ വെക്കുന്നതാണ് ഇഷ്ടം. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചെറിയ അരിയിൽ വെക്കുന്ന ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 3 കപ്പാണ് ബിരിയാണി അരിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തിങ്കളാഴ്ച അവധിയായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണി എന്തായാലും ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ 2 ദിവസത്തേക്ക് ഉള്ള അരിയാണ് ഈ ഇടുന്നത്. അപ്പോൾ അരി ആദ്യം തന്നെ നന്നായിട്ട് കഴുകി ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കും. വെള്ളം നല്ല തെളിഞ്ഞ് വരുന്നവരെ കഴുകിയിട്ട് അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചു. നമുക്ക് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 1.5 കിലോ ഉള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിക്കനൊക്കെ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നമ്മൾ ഈ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയിൽ വറ്റൽമുളക്, കുരുമുളകൊക്കെ ചേർത്തിരിക്കുന്ന കാരണം എക്സ്ട്രാ ആയിട്ട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്തു. പിന്നെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ ഈ നാരങ്ങ നീര് ചേർത്തിട്ട് ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഒരുപാട് എണ്ണ വേണ്ട. ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് ഈ നമ്മൾ കുഞ്ഞരി വെച്ചിട്ട് ബിരിയാണി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പം കുറച്ച് അകത്തി ഇടുക. അടുപ്പിച്ചടുപ്പിച്ചിടുകയാണെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല.
ചിക്കനിൽ അത്യാവശ്യം കൂടുതൽ വെള്ളമുള്ള ഒരു ചിക്കനാണ്. അപ്പം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച പാടെ തന്നെ അവിടെ എല്ലാം തെറിച്ച് ഭിത്തിയിലും സ്ലാബിലും എല്ലാം തെറിച്ച് വീണു. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്ത് കോരി ഇതിലേക്ക് തന്നെ ഒരു ചെറിയൊരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 5 സവാളയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇത് വറക്കാനും അതുപോലെ തന്നെ സലാഡിനും വേണ്ടിയിട്ടുള്ള സവാള എടുത്തിരിക്കുന്നത്. കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒരുപാട് വേണ്ട. അപ്പോൾ അതവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മറിച്ചിടാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/4 പരുവമാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സവാളയും വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് സാജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. സാജീരകം അല്ലെങ്കിൽ ഷാജീരകം എന്നൊക്കെ പറയുന്ന ഒരു ഇൻറ്റൻസ് ഫ്ലേവറുള്ളൊരു ജീരകമാണ്. ഇതിടുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് റൈസ് വഴറ്റുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മളൊരു 5.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മളെടുത്തിരിക്കുന്ന 3 കപ്പ് റൈസാണ്. അപ്പോൾ 3 കപ്പിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 6 കപ്പാണ്. അതിൽ നിന്നും 1/2 കപ്പ് കുറച്ചാണ് നമ്മൾ എടുക്കേണ്ടത് വെള്ളം. ഈ വെള്ളം ഇട്ട് കൊടുത്തു. നമ്മളിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പനിനീരും കൂടി ചേർക്കുന്നുണ്ട്, അതായത് റോസ് വാട്ടറാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഒരു ബാച്ച്. അപ്പോൾ അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മളിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് ബിരിയാണി വെക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം ഗ്രേവിയിൽ ഇറങ്ങില്ല. ഒരുപാട് വെള്ളം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയത്ത് ദം ചെയ്യുമ്പോഴാണ് അതൊന്ന് വറ്റിയിട്ട് വരിക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരി ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അരി ഊറ്റുക. അതിന് മുന്നായിട്ട് ഊറ്റി വെക്കരുത്, അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. തീ ഇപ്പോഴും ഏറ്റവും ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി അരി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറുതീയിലിട്ടത് വേവിക്കണം. അരി ചേർത്തതിന് ശേഷം ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അരിയും വെള്ളം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് നമുക്കിനി തീ ഒന്ന് കുറച്ചിടാം. ഇപ്പോൾ നമ്മൾ മാക്സിമത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പകുതിയിൽ നിന്നും കുറച്ചുകൂടെ കുറച്ചിട്ട് 4ലാണ് നമ്മളിപ്പോൾ ഇനി വെക്കാൻ പോകുന്നത്. ഇനി ഒരു 15 മിനിറ്റ് ഇത് ചെറുതീയിലിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതേ ഓയിലിൽ തന്നെ ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക്. 5-6 എന്നുള്ളത് ഇവിടുത്തെ കുട്ടികളുടെ എരിവിനനുസരിച്ചുള്ളതാണ്. നിങ്ങൾ കൂടുതൽ എരിവ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊരു 10-12 ചേർക്കണം, നല്ല എരിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതവിടെ വഴലുന്ന സമയം കൊണ്ട് നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. അരി പെട്ടെന്ന് തന്നെ റെഡിയാകും. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അരി നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിയാൽ മതി. അരി നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമയം കൂടി ഉണ്ട്. ഇത് അടച്ചു വെച്ച് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുക്കായി കിട്ടും. ഈ അരിനെ നമുക്ക് അടച്ച് മാറ്റി വെക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇഷ്ടമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ ഉള്ളി ഒരുപാട് അങ്ങ് വഴണ്ട് ബ്രൗൺ കളറിലൊന്നും ആകണ്ട. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ഇതിലേക്ക് വലിയൊരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം. തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല, അതായത് ബിരിയാണി മസാലയിൽ നിന്നും 3 ടീസ്പൂൺ മസാല ഇതിലേക്ക് ചേർക്കാം. 3 ടീസ്പൂൺ ഇപ്പോൾ ചേർക്കാം. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മറ്റു പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ഫ്ലേവറുള്ളൊരു മസാലയാണിത്.
ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഫ്രൈ ചെയ്ത് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കാരണം ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരില്ല. നമ്മൾ ഒരുപാട് വെള്ളമാണെന്നുണ്ടെങ്കിൽ അരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവസാനം ദമ്മാക്കാനായിട്ട് കുറേ സമയമെടുക്കും. പക്ഷേ ഈ ഒരു എണ്ണ, ചിക്കൻ്റെ വറുത്ത എണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചിക്കന് നല്ല ഫ്ലേവറും കിട്ടും. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 3/4 ഭാഗമാണ് ചിക്കൻ വെന്ത് ഇരിക്കുന്നത്. ഇനി മുഴുവനായിട്ടും നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് മല്ലിയില പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർക്കാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. പുതിനയില എനിക്കിവിടെ കിട്ടിയില്ല. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നൊരു പകുതി സവാളയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ചാറൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദം ചെയ്യാനായിട്ട് നമ്മളിതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഫോയിൽ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് കയറിയിട്ട് ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും റൈസിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും. നമ്മളിതിൽ ചിക്കൻ ഇങ്ങനെ നിരത്തി കൊടുക്കുമ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ലെയർ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവനിൽ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ മന്തിയൊക്കെ തയ്യാറാക്കി എടുക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. മസാല നമ്മൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. മുഴുവൻ മസാല നമ്മൾ എടുത്തിട്ടില്ല. കുറച്ച് മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് ഒരു 3/4 ഭാഗം മാത്രമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈസും. ഇതിന് മുകളിലായിട്ട് റൈസൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. റൈസും അതുപോലെ തന്നെ ചിക്കനും നല്ല ചൂടോടുകൂടി തന്നെ വേണം ലെയർ ചെയ്യാനായിട്ട്. ചെറിയ അരി കിട്ടാത്തവർ ബസ്മതി അരി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, നെയ്യ്, അതുപോലെ തന്നെ ഗരം മസാല ഇത്രയും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇത്രയും ഇട്ടു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കിത് ദം ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ അരമണിക്കൂറാണ് നമ്മളിത് ദം ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ ദം ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിഷ് വാഷറിലേക്ക് കയറ്റി. അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വെക്കില്ല, നമ്മൾ കൈ വെച്ചിട്ടാണ് കഴുകുന്നത്. അതുപോലെ തന്നെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളും നമ്മൾ ഡിഷ് വാഷറിൽ വെക്കില്ല. ഡിഷ് വാഷറിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കിതുവരെ സമയം കിട്ടിയില്ല അത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ എപ്പോഴും നമ്മൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ ഡീൽ ചെയ്യുക. വളരെ സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് കഴുകുക. അതുപോലെ തന്നെ തടിത്തവി മാത്രം യൂസ് ചെയ്യുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ഹെൽത്തിന് ബാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വൃത്തിയാക്കുകയാണ്. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ സ്ലാബിലും അതുപോലെ തന്നെ സ്റ്റൗവിലും ഭിത്തിയിലും എല്ലാം നന്നായിട്ട് തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സോപ്പും സ്പോഞ്ചും വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. വൈറ്റ് ടൈൽസ് ആയത് കാരണം ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യണം. ഓരോ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് കിടക്കുള്ളൂ. നമ്മുടെ ബിരിയാണി ഇപ്പോൾ ഏകദേശം ദമ്മായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മക്കളെ ഒന്ന് കുളിപ്പിച്ചെടുത്തു. ആ മുത്തിനെ കുളിപ്പിച്ചിട്ട് 2 ദിവസമായിരുന്നു, പനിയൊക്കെ ആയത് കാരണം. ഇന്ന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഉഷാറായി. ഡൗണായിട്ട് കിടക്കുമായിരുന്നു. ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയത് കാരണം കുട്ടികൾക്കൊക്കെ പനിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊറോണ കേസസൊക്കെ ഒരുപാട് കൂടുതലാണ്. വീണ്ടും വർക്ക് ഫ്രം ഹോം ഒക്കെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി നമ്മൾ ദമ്മാക്കി എടുത്തിട്ടുണ്ട്. 2 കുളിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അധികം സ്പൈസ് ഒന്നും അല്ലാതെ ഒത്തിരി മസാല ഒന്നും ഇല്ലാത്ത നല്ല ഫ്ലേവറുള്ള ബിരിയാണിയാണ്. അതുപോലെ ഈ റൈസ് വെച്ചിട്ടുള്ള ഗീ റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ബിരിയാണി കേട്ടപ്പോ എന്നിട്ട് കേക്ക്
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും റൈസിലേക്ക് വന്നിട്ട് നല്ല ഫ്ലേവറായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇത് ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടുന്നൊരു ബിരിയാണിയാണ്. 2-3 ദിവസത്തേക്ക് ഉള്ള ബിരിയാണി ഉണ്ട് ഇത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പതിയെ ഡെക്കറേഷൻ പരിപാടികളിലേക്കൊക്കെ നീങ്ങി. അപ്പോൾ നമ്മൾ ബലൂണൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു സമയം കൊണ്ട് ഹസ്ബൻഡാണ് ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തത്. ഞാൻ ഈ സംഭവം ബിരിയാണി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 2 മണിയായി. പിന്നെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആകെ ബിസിയായിരുന്നു. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ നിപ്പായിരുന്നു. വെള്ളിയാഴ്ച, അതുപോലെ ശനിയാഴ്ച, പിന്നെ ഞായറാഴ്ച ഉച്ച വരെ നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം. നമ്മളിതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച കേക്ക്. അപ്പോൾ അത് ഒരു 2 മണിക്കൂറൊക്കെ മുന്നേ എടുത്ത് വെക്കണം. ബട്ടർ കേക്കാണ്, അപ്പം കുറച്ച് ഹാർഡായിട്ടിരിക്കും. പിന്നെ പുറത്തെടുത്ത് വെച്ചാലാണ് സോഫ്റ്റ് ആകുക. നമ്മളിതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് വെക്കുകയാണ്. കേക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ കപ്പ് കേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ആ സെയിം ഫ്രോസ്റ്റിങ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്